പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൂക്കയുടെ 5-ാം സുവിശേഷം 5-ാം അധ്യായത്തിൽ 7-8 വാക്യം വരെ നമ്മൾ വായിച്ചു. അതിൻ്റെ വിവരങ്ങളാണ് തരുന്നത്. അപ്പം യേശു ഗലീലയിലെ കടൽ തീരത്ത് ഇവിടെ നടക്കുകയായിരുന്നു. അവിടെ വല കഴുകിക്കൊണ്ടിരുന്ന ഒന്നും കിട്ടാതെ വിഷണ്ണരായി അവർ നിരാശയോടെ ഇന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ജോലി മതിയാക്കി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു വന്ന് അവരെ അവിടെ ആ വള്ളത്തിലിരുന്ന് ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ശിമയോൻ്റെ ആ വള്ളത്തിലിരുന്ന് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അകലോട്ട് നീക്ക്, ഉള്ളിലോട്ട് നീക്ക്, കുറച്ച് ഉള്ളിലോട്ട് നീക്കാൻ പറഞ്ഞു, ആഴത്തിലോട്ട്. അങ്ങനെ നീക്കി. ശിമയോൻ അതനുസരിച്ചു. കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായി. അതാണ് നമ്മൾ കർത്താവിൻ്റെ ഇംഗിതം ഒരിക്കലും തള്ളിക്കളയരുത്. അതായിരിക്കും നമ്മുടെ ഏറ്റവും ശ്രേയസ്സിനുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഇന്ന് പലരും മറന്നു പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മടിക്കുന്ന കാര്യം ഇതാണ്. കർത്താവ് പറയുന്നത് കേൾക്കാതെ എൻ്റെ ബുദ്ധിക്ക് ഞാൻ ചെയ്യുന്നത് ഇതല്ലേ എനിക്ക് നല്ലത്. കർത്താവ് പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ അത് കർത്താവ് ക്ഷമിച്ചുകൊള്ളും തെറ്റുണ്ടെങ്കിൽ. അത് പക്ഷേ ഇപ്പോൾ എൻ്റെ തൃപ്തിക്ക് ഞാൻ ഈ പറയുന്നതാണ്, ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി, ഞാൻ പോകുന്ന വഴിയാണ് ശരി, അത് എനിക്ക് നേട്ടമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെ, കത്തോലിക്കരുടെ, എല്ലാത്തിൻ്റെയും പൂർണ്ണതയിലെന്ന് പറയുന്ന കത്തോലിക്കരുടെയും എല്ലാവരുടെയും ശരി നിലപാട്. ഇപ്പോൾ അങ്ങനെയാണ് പോക്ക്. പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു, എന്നാലും വീണ്ടും പറയുകയാണ്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയണമെന്ന് തോന്നുന്നു. അത് ഷെയർ ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ എൻ്റെ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ചാനലിൻ്റെ പേര്, അത് തുറന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ അത് എല്ലാവർക്കും അത് കിട്ടിക്കൊണ്ടിരിക്കും ക്രമേണ. അപ്പോൾ ഞാനെല്ലാവർക്കും ചില നമ്പറുള്ളവർക്കൊക്കെ ലിങ്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യം എനിക്ക് അപ്പോൾ വരികയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എനിക്കും ബുദ്ധിമുട്ട് കുറച്ച് കുറയും. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അതിനകത്ത് പിന്നെ മറ്റൊന്നും ചെയ്യണ്ട. അപ്പോൾ അതുമല്ല, ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. മനസ്സിലാക്കണം, സുവിശേഷം നമ്മൾ അത് പഠിക്കുന്നു, ഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്കും കൂടി വിതരണം ചെയ്യുന്നു. കാരണം അതാണ് കർത്താവും ശിഷ്യന്മാരും അന്ന് ചെയ്തത്. ഇപ്പോഴും കർത്താവ് ആവശ്യപ്പെടുന്നതും കർത്താവിൻ്റെ ശിഷ്യന്മാരായ നമ്മളോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. അല്ലാതെ വൈദികരും മെത്രാന്മാരും കന്യാസ്ത്രീകളോ സുവിശേഷകരെന്ന് പേരെടുത്തവരോ മാത്രമല്ല, വിശ്വാസികൾ ഓരോരുത്തർക്കുള്ള കടമയാണ്. എല്ലാവർക്കും പോയി അങ്ങനെ സുവിശേഷം പറയാനും പ്രസംഗിക്കാനും ഒന്നും കഴിയാത്തതുകൊണ്ട് അതിന് ഒരു ഹോം വഴിയാണ് ഇത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, അവർക്കും കൂടെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ സുവിശേഷ പ്രചരണമാണ്. അപ്പോൾ വലിയൊരു അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ല നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ അതിനൊക്കെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്, കർത്താവ് പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ അവർ പ്രവർത്തിച്ചു. വള്ളം നിറച്ച് കിട്ടിയ ആ മീന് അവർക്ക് ശേഖരിച്ചു കൊണ്ട് വരാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കാരണം വള്ളം നീങ്ങത്തില്ല, വള്ളം മുങ്ങിപ്പോകുന്നു, വലകൾ കീറി തുടങ്ങി. അപ്പോൾ അടുത്തുള്ള അവരുടെ പങ്കുകാരെയും കൂടെ മറ്റു വള്ളങ്ങളും കൂടെ വിളിച്ചു. പത്രോസിൻ്റെ
കൂട്ടുകാർ ഉടമസ്ഥയിലുള്ളത് ആ വള്ളങ്ങളും കൂടെ വിളിച്ച് അവരെയും കൂടെയൊക്കെ അതിനകത്തൊക്കെ ആക്കി, എന്നിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഇതിന് മറ്റൊരു വ്യാഖ്യാനം നമ്മുടെ സഭാ പണ്ഡിതർ പറയുന്നുണ്ട്. അത് ധാരാളം മീൻ അത് സഭയുടെ വളർച്ചയാണ്. അവർ ഉദ്ദേശിച്ചതിലും എത്രയോ 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 അധികമായിട്ടുള്ളത് അത് സഭയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. ലോകം മുഴുവനും എല്ലാ ദേശത്തിലുമുള്ള ജനതകൾ ഈ പത്രോസിൻ്റെ ഈ ശിഷ്യന്മാരുടെ കീഴിൽ അവർ ദൈവത്തിൻ്റെ സഭയിൽ ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇനി നിങ്ങൾ ഇതുവരെ മീൻ പിടിച്ചു, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, ഈ പോരുക എന്ന് പത്രോസിനോടും കൂടെയുള്ളവരോടും പറഞ്ഞത്. അതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ സഭയുടെ വളർച്ചയാണ് ഇത്രയും വലിയ ആ പെരുപ്പം, മീനിൻ്റെ പെരുപ്പം പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ, കർത്താവിൻ്റെ നായകത്വത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, ഇപ്പം നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ സഭ മുഴുവൻ നിറയും, ലോകം മുഴുവൻ നിറയും. സഭ അംഗങ്ങളെ കൊണ്ട് സഭ നിറയും. അതാണ് ഇവിടെ കാണേണ്ടുന്നത്. അല്ലാതെ മീനിൻ്റെ എണ്ണം, മീനിൻ്റെ പെരുപ്പം എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഒരു വ്യംഗ്യാർത്ഥവും കൂടെ അതിനുണ്ട്. ആ കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ് യേശുവിൻ്റെ സാക്ഷ്യം ദൈവ സാന്നിധ്യമായിട്ട് മാറി. കർത്താവ് അവിടെ ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചിട്ട് ആയുസിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല. ചിലപ്പം നല്ല സീസണിൽ ഒരാഴ്ച മുഴുവനും അധ്വാനിക്കുന്നതാണ് ഒന്നിച്ചിപ്പോഴും കിട്ടിയത്, കർത്താവ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടാതിരുന്ന പാപിയാണ്. എന്നാൽ യഹൂദരുടെ ഒരു വിശ്വാസമാണ് വലിയ അനുഗ്രഹങ്ങളെന്ന്, അവരുടെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങളാണല്ലോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആവശ്യത്തിലൊക്കെ അധികമായിട്ട് ഇവിടെ കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുന്നത് അതുവരെ പാപിയായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പാപിയാണ്, കർത്താവേ എന്നിൽ നിന്നകന്നു പോകണമേ. ആ പാപിയിലാണ് ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യനല്ല, അങ്ങയുടെ കൂടെ നിൽക്കാൻ യോഗ്യനല്ല, അങ്ങയോടൊപ്പം നിൽക്കാൻ യോഗ്യനല്ല, അകന്നു പോകണമെന്ന്. കർത്താവിന് പത്രോസിന് നേരത്തെ ഇങ്ങനെയുള്ള ആ യേശുവിനെ പറ്റി അങ്ങനെ പറഞ്ഞു കേട്ടു, സ്വന്തം ഭവനത്തിൽ വെച്ച് പറഞ്ഞു കേട്ടിയെന്നല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അനുഭവപ്പെട്ട് എല്ലാം ആയിരുന്ന ആളാണ് പത്രോസ്. അതുകൊണ്ടാണ് പറഞ്ഞ ഉടനെ വെള്ളം അങ്ങോട്ട് ഇറക്കിയത്, മീൻ പിടിക്കാണ്ട് പറഞ്ഞ് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയത്. അത് നേരത്തെ ഉള്ള ഒരു ബോധമുണ്ടായി. മറ്റു സുവിശേഷകർ അങ്ങനെയല്ല. പത്രോസിനെ അതുവരെ ഒന്നും പത്രോസിനെ പോയി യേശുവിനെ അറിഞ്ഞുകൂടാ, യേശുവിനും പത്രോസിനെ അറിഞ്ഞുകൂടാ, ഇങ്ങോട്ട് വന്ന് വിളിച്ചു, ഉടനെ അവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയല്ല. ലൂക്ക പറഞ്ഞ അങ്ങനല്ല. പത്രോസിന് അറിവുണ്ട്. അതിനാണ് പത്രോസിൻ്റെ ഭവനത്തിൽ ആദ്യമേ അവിടെ യേശു ചെല്ലുന്ന ദിവസങ്ങൾക്ക് മുൻപേ അവിടെ ചെന്ന് പരിചയപ്പെടുന്നു, അവിടെയുള്ള ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നു, ഓടിക്കൂടി ജനങ്ങളെല്ലാം ധാരാളമായിട്ടിങ്ങനെ സുഖപ്പെടുത്തുന്നു, പിശാചുബാധിതരെ ഒക്കെ പിശാചുബാധകളൊക്കെ ഒഴിപ്പിക്കുന്നു, അവർക്ക് വേണ്ടിയ എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് ആ ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും പത്രോസ് ധ്യാനിച്ച് നടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു കാര്യവും കൂടെ അത് മനസ്സിലാക്കണം. ഇപ്പോൾ സാധാരണ അങ്ങനെ അധികമാരും പറയാത്തതുകൊണ്ടാണ് ഞാൻ നേരെ കഴിഞ്ഞത് വീഡിയോയിൽ അങ്ങനെ പലരും പറയാത്ത കാര്യങ്ങൾ കൂടെ ഞാനത് ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അകന്നു പോലെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. കാരണം അതൊരു വലിയ അതിശയമാണ്. അപ്പോൾ ഇവിടെ പത്രോസ് വിളിക്കുന്നത് കർത്താവേ എന്നാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു കുറച്ച്. കർത്താവേ എന്ന് വിളിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് ആദ്യമേ കാണുന്നത്. അല്ലാതെ ആരും കർത്താവേ എന്ന് യേശുവിനെ വിളിച്ചിട്ടില്ല മറ്റ് ശിഷ്യന്മാരും. ലൂക്ക പറയുന്നത്
ആദ്യം മുതലേ കർത്താവാണ് എന്നുള്ള അറിവ് അവർക്കുണ്ട്, പത്രോസിനുണ്ട്. കർത്താവ് അത് പിതാവ് വെളിപ്പെടുത്തിയതാണ്, വെളിപ്പെടുത്തി കൊടുത്തതാണ്. കാരണം എന്താ? സഭയെ നയിക്കാനിരിക്കുന്നവനാണ്, ക്രിസ്തുവിന് ശേഷം നയിക്കാൻ ഇരിക്കുന്നവനാണ് പത്രോസ്, നയിക്കേണ്ടുന്നവനാണ്. ഇപ്പം പത്രോസിൻ്റെ പിൻഗാമികളാണ് സഭയെ നയിക്കുന്നത്. അല്ലാത്ത സഭകളുണ്ട്. അതിനിപ്പം ഒരു കൂട്ടർ പത്രോസിന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കില്ലയോ, എല്ലാവരും ഒരുപാട് സഭകൾ സ്ഥാപിച്ചു എന്ന് മറ്റു ഓരോ ശിഷ്യർ അതെല്ലാം സഭകളാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അത് വേറെ സഭകളാണെന്ന്. ഇനി അടുത്തൊരു കൂട്ടർ പത്രോസ് തന്നെ സ്ഥാപിച്ച സഭകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ കയറി ചെങ്കോലും പിടിച്ചങ്ങ് ആധിപത്യം സ്ഥാപിച്ച് ചക്രവർത്തിയായിട്ടിരിക്കുന്ന കൂട്ടരും ഉണ്ട്. അവരെല്ലാം അംഗീകരിക്കുന്നത്. അവർക്കൊന്നും പോപ്പിനെ അംഗീകരിക്കാൻ വയ്യ, പോപ്പിൻ്റെ ആ നായകത്വം അംഗീകരിക്കാൻ വയ്യ. അപ്പോൾ ഈ ബൈബിളിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ? കർത്താവ് പറഞ്ഞില്ലേ ഒരിടേനും ഒരു തൊഴുത്തുമാകണമെന്ന്. എന്നാൽ പിന്നെ എന്തിനാ ഇങ്ങനെ 10-60 കൂട്ടം സഭകൾ അങ്ങനെ പലയിടത്തും ഉണ്ടായത്? അല്ലെങ്കിൽ പിന്നെ പെന്തിക്കോസ് വിഭാഗങ്ങളാണെങ്കിൽ ഇപ്പം ഏതാണ്ട് 40,000-ന് മുകളിലായെന്ന് പറയുന്ന സഭകളുടെ എണ്ണം. ഒരു ദിവസം തോറും ഇങ്ങനെ, അല്ലെങ്കിൽ ആഴ്ച തോറും, മാസം തോറും 10 ഇങ്ങനെയൊക്കെ 8ഉം 10ഉം ഒക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. അപ്പം അത് അവിടെ നമ്മൾ കണക്കാക്കണ്ട, അത് വിട്ടുകളെ. അല്ല, ബാക്കിയുള്ള സഭകൾ അപ്പസ്തോലിക സഭകളെന്നാണ് അതിന് പേര് അവർ പറയുന്നത്. എന്നിട്ട് എന്തിനാ കർത്താവ് പറഞ്ഞു? എന്നാൽ പിന്നെ എന്തിനാ ഒരിടേനും ഒരു തൊഴുത്തുമാകണമെന്ന് പറഞ്ഞത് കർത്താവ്? അത് കർത്താവ് അന്ന് ഇവിടെ ഏൽപ്പിച്ചത് ഈ മൂപ്പൻ, പത്രോസ് എന്ന മൂപ്പനെയാണ് ഏൽപ്പിച്ചത്. ആ മൂപ്പൻ പറയുന്നതാണ് അതാണ് ശരി എന്ന് ലൂക്ക ഇവിടെ സമർത്ഥിക്കുകയാണ്. ഇത് മുതലിങ്ങോട്ട് ആണ് കർത്താവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എന്താ? ഈ ബൈബിളിൽ എന്താ അതിന് വിലയില്ലയോ? കർത്താവ് എന്തുവാ ഏതാണ്ട് അപസ്മാര ബോധത്തിലാണോ പറഞ്ഞത്? അപസ്മാര രോഗിയായിരുന്നു. ഓരോരുത്തരൊക്കെ ചിലർ ക്രിസ്തു വിരോധികളും നിരീശ്വരരും ഒക്കെ ചിലർ ഇങ്ങനെ കളിയാക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ്. അതുപോലെ അതിനെ നിങ്ങൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും നിൽക്കുന്നത് ഒന്നും ശരിയല്ല. പിന്നെ എല്ലാവരും ഒന്നിച്ച് പോകണം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് പറ്റിയതെന്ന് അത് മറ്റുള്ളവർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നുള്ളത്. ഞാനതാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ അപ്പോൾ ആ ശിമയോൻ്റെ ആ മൂപ്പസ്ഥാനം, സഭയിലെ ആ നേതൃത്വം നേരത്തെ തന്നെ യേശു ഉറപ്പിച്ചിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പെന്തിക്കോസ്തായിക്ക് ആ സമയത്തും ഇവിടെ നമ്മൾ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പത്രോസാണ് എഴുന്നേറ്റ് കൊണ്ട് പറയുന്നത്. എല്ലാവരുടെയും 120ഓളം പേരും കന്യാമറിയവും എല്ലാവരും കൂടെയൊക്കെ സമ്മേളിച്ചിരിക്കുന്ന ആ സഭയിൽ എഴുന്നേറ്റ് കൊണ്ട് പറയുന്നത് യൂദാസിന് ഒരാളിനെ എടുക്കണമെന്നൊക്കെ പറയുന്നത്. 11 പേരേ ഉള്ളൂ, 12 പേര് പത്രോസാണ്, മറ്റുള്ളവരല്ല. അപ്പോൾ അവിടെ നായകത്വം പത്രോസിനാണെന്ന് ലൂക്ക വളരെ ഭംഗ്യന്തരേണ സമർത്ഥിക്കുകയാണ്. അവിടെ 2-ാം അധ്യായം 14 മുതൽ 40 വരെ പത്രോസിൻ്റെ ആ പ്രസംഗം എന്താ? വേറെ ആരും പറയാം, എല്ലാവരും പ്രസംഗിച്ച് എല്ലാവരും പറഞ്ഞു. പക്ഷേ പത്രോസാണ് നിർണായകമായ ആ പ്രസംഗം നടത്തിയത്. ജനങ്ങൾ 41-ാം വാക്യത്തിലും പറയുന്നു, അവൻ പറഞ്ഞത് കേട്ട്. ആരാവൻ? പത്രോസ് പറഞ്ഞത് കേട്ട് ജനങ്ങൾ അന്ന് കൂടിയിരുന്ന 10,000 ആളുകൾ വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞതനുസരിച്ച് പത്രോസ് പറഞ്ഞാണ്. പത്രോസിൻ്റെ ദീർഘമായ പ്രസംഗമാണ് 2-ാം അധ്യായത്തിൽ 14 മുതൽ 40 വരെ. അപ്പോൾ ആ പ്രാമുഖ്യം പത്രോസിനാണ്. അപ്പോൾ അടുത്തത് അതുപോലെ തന്നെ ഇനിയും പറയാൻ ധാരാളം ഉണ്ടത്. അപ്പോൾ 9-ാം അധ്യായത്തിൽ 20-ാം വാക്യം, ഇനി അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ 14-ാം വാക്യം, ഇതൊക്കെ വായിച്ചു നോക്കണം. പത്രോസിൻ്റെ അപ്രമാദിത്വം, പ്രാധാന്യം 10-ാം അധ്യായത്തിൽ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 15-ാം അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 22-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങൾ, 24-ാം അധ്യായത്തിൽ 34-ാം വാക്യം. ഇതിലെല്ലാം പത്രോസാണ് നായകസ്ഥാനം. പിന്നെ ഇവിടെ വേറെ ആരുമില്ല. ഈ ഉണ്ടാക്കിയ സഭകളൊക്കെ പൗലോസും യാക്കോബും ഒക്കെ ഉണ്ടാക്കിയ സഭകളിലൊക്കെ, ശിഷ്യന്മാരൊക്കെ ഉണ്ടാക്കിയ സഭകളിലൊക്കെ പത്രോസ് ഒരു പര്യടനം നടത്തുന്നുണ്ട്, ആഗോള പര്യടനം സഭയിൽ. അവയൊക്കെ പരിശോധനയ്ക്ക്
അപ്പോൾ ആ സ്ഥാനം എന്താ വേറെ ആരും ചെയ്യാത്തത്? അപ്പോൾ ഇതെല്ലാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകം, ആ ഒരു പുസ്തകം നിങ്ങൾക്ക് മാറ്റി എഴുതേണ്ടി വരും. അതും കൂടെ അങ്ങ് തിരസ്കരിക്കും. ബാക്കിയുള്ള കുറേയൊക്കെ നിങ്ങൾ മാറ്റിയില്ലയോ, അപ്പോൾ അതും കൂടെ മാറ്റേണ്ടി വരും. ഇനി ഈ മറ്റുള്ളവർ അപ്പസ്തോലിക സഭകളെന്ന് പറഞ്ഞിട്ട് റോമിൻ്റെ പ്രമാദിത്വം സ്വീകരിക്കാത്തവർക്കും അത് മാറ്റാമല്ലോ, മാറ്റേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ പുസ്തകത്തിലില്ല, ഞങ്ങളുടെ ബൈബിളിലില്ല, ഈ അവർ വേറെ കത്തോലിക്കർ വേറെ ചേർത്തിരിക്കുകയാണെന്ന് പറയാം. അങ്ങനെയാണ് ഇപ്പം മറ്റുള്ളവർ പറയുന്നത്. പ്രോട്ടസ്റ്റൻ്റ്, ആംഗ്ലിക്കൻ, പെന്തിക്കോസ് സഭകൾ, ഇതൊക്കെ സ്വീകരിച്ച പെന്തിക്കോസ് സഭകളും പറയുന്നത്. കാരണം അവരുടെ പുസ്തകത്തിലെല്ലാം മാറ്റി നിർത്തി പൊട്ടന്മാർ പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ കാര്യം മനസ്സിലാക്കണം. പക്ഷേ ഇത് ഞാൻ ഒരു വിരോധം കൊണ്ടല്ല. പെന്തിക്കോസ് വിഭാഗങ്ങളെയൊക്കെ ഒരുപാട് നമ്മൾ കാര്യമായിട്ട് പ്രത്യേകമായിട്ട് കാണുന്നതാണ്. കാരണം എന്താണെന്നോ, അവരെപ്പോലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിക്കാൻ നമ്മൾ ആരും ചെയ്യുന്നില്ല. എല്ലാം പൂർണ്ണതയിലെത്തിയ വളർച്ചയിലെത്തിയതെന്ന് പറയുന്ന കത്തോലിക്ക സഭയിലുള്ളവർ ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവർ ഏത് മുക്കിലും മൂലയിലും കവലയിലും എല്ലാം ചെന്ന് കർത്താവിനെ കൊടുക്കുന്നുണ്ട്, കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്താ നമുക്കെന്താ പറ്റാത്തത്, മറ്റുള്ളവർക്ക് പറ്റാത്തത്? എനിക്ക് പറ്റുന്നില്ല, മറ്റുള്ളവർക്കും പറ്റുന്നില്ല. അപ്പോൾ അവരെ ആദരിക്കണം, ആദരവോടെ വേണം പറയാൻ. പക്ഷെ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ പറ്റത്തില്ല. അവരണികളെ പിടിച്ചു നിർത്താൻ, തങ്ങളുടെ എണ്ണം ഭരിപ്പിക്കാൻ, തങ്ങൾ വലിയവരാണെന്ന് കാണിക്കാൻ, തെറ്റുകൾ പഠിപ്പിച്ച് അവർ നല്ലപോലെ പഠിച്ച് ഗ്രഹിക്കാതിരിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല, നമ്മളെ സമയം അതിനു വേണ്ടി കളയണ്ട. അപ്പോൾ ചെയ്യുന്നത് എന്ത് ചെയ്തു, അവൻ്റെ ഈ വചനം ശ്രവിച്ചവരൊക്കെ കർത്താവ് പറഞ്ഞത് എന്നിൽ നകന്നു പോണമേ ഞാൻ ഭാവിയാണെന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീ പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. എന്തുവാ ഈ അപായത്തിനെ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ വിസ്മയിച്ചു. ഭയവുമുണ്ട്. ഇവർ ആരാ എന്തെന്നുള്ളത്. എന്താ അവർക്ക് ഭയം ഉടനെ വരുന്നത്? യഹൂദൻ്റെ ഒരു സ്വഭാവമാണ് ആദ്യകാലത്തെ ദൈവത്തെ, കാരണം കർത്താവിനെ ദൈവമായിട്ട് അവർ കണ്ടു. യേശുവിൻ്റെ ദൈവത്വവും കൂടി അവിടെ അവർ കണ്ടു. അവർക്ക് വെളിവായി അവരുടെ മനസ്സിനത്, അവരുടെ ബോധതലങ്ങളിൽ അതാണ് അവിടെ അലയടിച്ചത്. അപ്പോൾ ദൈവത്തിനെ അവർക്കന്ന് ഭയമായിരുന്നു. യഹൂദ സഭയിൽ, യഹൂദ മതത്തിൽ ദൈവം എന്ന് അവർ ഉച്ചരിക്കത്തില്ലായിരുന്നു. അവർക്ക് ഭയമാണ്. അതിന് പകരം പിതാക്കന്മാരുടെ പേര് പറഞ്ഞ്, അതായത് ആദിമ പിതാക്കന്മാരുടെ അബ്രാഹത്തിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഭയപ്പെട്ടു. അവർക്ക് കർത്താവിൻ്റെ യേശുവിൻ്റെ ദൈവികത്വം അവിടെ വെളിവായി അവരുടെ മനസ്സിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെന്ത് ചെയ്തു? ഭയപ്പെടേണ്ട, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതെല്ലാം ഇനി മുതൽ നിങ്ങൾ ഇത് ചെയ്യണ്ട, മനുഷ്യരെ പിടിക്കുന്നവരാകും. കർത്താവ് അവിടെ കാണിച്ചത്, വലിയ അതിശയം കാണിച്ചതുപോലെ നിങ്ങളെല്ലാവരും കൂടെ ഒത്തു ശ്രമിച്ചാൽ ഈ ലോകം മുഴുവനും ക്രിസ്തു ശിഷ്യരെ കൊണ്ട്, ക്രിസ്തു വിശ്വാസികളെ കൊണ്ട് നിറയും. അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഓരോരുത്തരും അവർ 12 പേരുടെ കാര്യങ്ങളല്ല, മാത്രമല്ല നമ്മളെയും കൂടാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് 17-ാം അധ്യായത്തിൽ, എന്തുവാ കർത്താവ്, പിതാവേ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. എന്തിനാ? ഇവരുടെ വചനം കേട്ട് അതനുസരിച്ച് എന്നിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും അവരാരാ? ശിഷ്യന്മാർ. അവരും കൂടെ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും തന്നെ ക്രിസ്തു വിശ്വാസികളാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ വരണം. അതിനുവേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതുപോലെ വള്ളം നിറയും, സഭ നിറയും. ഒരൊറ്റ സഭയേ ഉള്ളൂ, അതിലെല്ലാം നിറയും. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു? എല്ലാം. അപ്പോൾ കർത്താവ് ഇതുപോലെ പറഞ്ഞപ്പോൾ വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. നോക്കണേ, അത് കർത്താവ് ഇവിടെ ലൂക്കായുടെ
സുവിശേഷത്തിൽ ലൂക്ക എടുത്ത് പറയും. അതൊരു പ്രത്യേക മർമ്മപ്രധാനമായ കാര്യമാണ്. ഇത്രയും വലിയ സമ്പത്ത് ലൗകികമായിട്ടുള്ളത് കിട്ടി, അവരുടെ ഒരു നേട്ടമായിരുന്നു, വലിയൊരു കാച്ച്മെൻറ്റ് അവർക്ക് അവിടെ കിട്ടി. എന്നിട്ട് എന്തു ചെയ്തു? അത് മുഴുവൻ അവർക്ക് വലിയ അത്ഭുതമായിപ്പോയി. അത് മുഴുവനും കളഞ്ഞിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ എത്ര സമ്പത്ത് വലുത് അമൂല്യമായത് നേട്ടമുള്ളത് എല്ലാം കിട്ടിയാലും കർത്താവിനെ അനുഗമിക്കുന്നവർ എന്തു ചെയ്യണം? എല്ലാം ഉപേക്ഷിച്ച്, സർവ്വതും ഉപേക്ഷിച്ചിട്ട് പോകണം അവൻ്റെ പുറകെ. ആ കർത്താവ് വല്ലയിടത്തും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലേ? ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാം. അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ 5-ാം അധ്യായത്തിൽ തന്നെ 28-ാം വാക്യം, അവിടെ ലേവിയുടെ കാര്യം. ലേവി എന്ന് പറഞ്ഞാൽ വിശുദ്ധ മത്തായിയെ വിളിച്ചപ്പോൾ മത്തായി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കമൊക്കെ പിരിച്ച് ഒരുപാട് പണമുണ്ട്, മത്തായി സഹായികളും ഉണ്ടായിരിക്കും. വിളിച്ചപ്പോൾ ഉടനെ ഉണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് ഒരു പോക്ക്. ആരാ? ലേവി, മത്തായി. ഇത്രയും സമ്പത്ത്, ഇത്രയും പണം എല്ലാം കളഞ്ഞിട്ടൊരു പോക്ക്. ആരെങ്കിലും ചെയ്യുമോ? മത്തായിയെ മടയനെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. സാധാരണക്കാരനും ചിലപ്പോൾ തോന്നി ഇത്രയും വലിയതുണ്ടായിട്ട്. കാരണം നമ്മുടെയൊക്കെ പ്രവൃത്തി അതാണല്ലോ. ഇത്രയും വലിയത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട, അതൊക്കെ ദൈവം ക്ഷമിച്ചോളും, ഞാൻ അതിൻ്റെ പുറകെ പോയിക്കൊള്ളാം. ഇന്നിപ്പം ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നത് അങ്ങനെയല്ലേ പലരും? ഞായറാഴ്ചയില്ല, അതിപ്പം ഇന്നിപ്പം ചെയ്താൽ ഇന്ന് ഇപ്പം അതിൻ്റെ നേട്ടമുണ്ട്, നാളെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ സുവിശേഷകർ പറയുന്നു, അതൊക്കെ പറയും, അച്ഛൻ പറയും, മെത്രാൻ പറയും, അതൊക്കെ അവർ പറഞ്ഞോട്ടെ. പക്ഷേ ഇന്നത്തെ കാര്യം ഞാൻ നേടാൻ പോവുകയാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളായിപ്പോയി നമ്മളെല്ലാം കളഞ്ഞിട്ട് പോവുകയാണ്. കാരണം ലേവി ഇതൊക്കെ ഒരുപാട് കേട്ടു, കണ്ടു, പത്രോസുമൊക്കെ പോകുന്നു, ഇതെല്ലാം കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്തായി. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ പറ്റിയത്. അതുപോലെയാണ് 12-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ധനികനോട് നിൻ്റെ സമ്പത്ത് നിനക്കുള്ള കുറവ് ഇതാണ്, നിൻ്റെ സമ്പത്തെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് ദാനം ചെയ്യുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ ഇവിടുത്തെ നിക്ഷേപം വേണ്ട. ഇവിടെ തുരുമ്പ് പിടിക്കുന്നതും കീടങ്ങൾ നശിപ്പിക്കുന്നതുമായ കറൻസികളാന്ന് ഇതൊന്നും സമ്പത്തുകൾ ധനമൊന്നും ഇവിടെ ശേഖരിച്ച് വയ്ക്കണ്ട, ചെതിലുകൾ തിന്നുന്നതുമൊക്കെ. അതിന് പകരം എന്ത് സ്വർഗത്തിൽ സമ്പാദിച്ച് വയ്ക്കുക. ഇവിടെ നീ നഷ്ടപ്പെടുത്തുന്നത് എന്തുമാത്രം നഷ്ടപ്പെടുത്തുന്നുവോ അത്രത്തോളം സ്വർഗത്തിൽ നിനക്ക് കാണും. മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിൻ്റെ സമ്പത്ത്, നിൻ്റെ ലോക്കർ തുറന്ന് അവിടെ എണ്ണും, എന്തുമാത്രം ഉണ്ട് കണക്കെടുക്കും, എന്തുമാത്രം ഉണ്ട് സമ്പത്ത് അവിടെ ശേഖരിക്കുന്നു. ലോക്കർ ഓരോരുത്തർക്കും ഓരോ ലോക്കറുണ്ട്. ഞാൻ പറയുമ്പോൾ എനിക്ക് തീർത്തും പറയണമല്ലോ. ആ ലോക്കർ കർത്താവ് തുറക്കും നമ്മുടെ മരണസമയത്ത്, അന്ത്യവിധി സമയത്ത് അത് തുറക്കുമ്പോൾ അവിടെ സമ്പത്ത് ശേഖരിച്ചിട്ടില്ലെങ്കിൽ രക്ഷയില്ല. അതുകൊണ്ട് സമ്പത്തിൻ്റെ പുറകെ മരണപ്രാളം പിടിച്ച് ഓടണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കഥകളൊക്കെ അറിയാമല്ലോ, അതെല്ലാം വിവരിച്ച് ഞാൻ സമയങ്ങളുണ്ട്. അങ്ങനെ മരണപ്രാളം പിടിച്ച് ഓടിയ ഒരു കഥയുണ്ട്, ദസ്തയേവ്സ്കിയുടെ കഥയാണെന്ന് തോന്നും. ഒരു മനുഷ്യൻ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഒരു ദേശത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അവിടുത്തെ എൻ്റെ അധിപൻ, അവിടെ ഒരു സമ്പ്രദായമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇത്ര പണമുള്ളത് അവിടെ കെട്ടി വയ്ക്കുക, ഇഷ്ടംപോലെ സമ്പത്ത് നമുക്ക് ആർജിക്കണം. അപ്പോൾ ഇയാൾ അവിടെ പോയപ്പോഴേ എന്തുവാ ചെയ്തത്? ഈ സമ്പത്ത് പണം കൊണ്ട് എല്ലാം വിറ്റ് കാഴ്ച വെച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ സ്ഥിതി ഇതാണ്, നീ ഒരു മൺവെട്ടിയോ അല്ലെങ്കിൽ തുമ്പോ എന്തെങ്കിലും കൊണ്ട് നിനക്ക് സൗകര്യമുള്ളപ്പോൾ നേരം വെളുക്കുമ്പോൾ ഓടുക, വൈകുന്നേരം തിരിച്ച് ആ സ്ഥാനത്തെത്തണം. അത്രയും സ്ഥലം ഓടി മൺവണ്ടി കൊണ്ട് ഇടയ്ക്ക് വെട്ടി അതിര് തിരിച്ചു പോകണം. അതിനകത്തുള്ള എല്ലാം നിനക്കുള്ളതാണ്. ആ വട്ടത്തിൽ ഓടി ഇഞ്ഞ് പതിരണം, എങ്കിലല്ലേ ഒരു അത്രയും സ്ഥലം, അതല്ലേ നെടുകെ ഓടിയുകൊണ്ട് പ്രയോജനമില്ല. എവിടെ പിന്നെ ബാക്കി അതിലുണ്ടോ? 4 അതിരും വരണ്ടേ? അപ്പോഴങ്ങനെ ഓടിയപ്പോൾ ഇയാളെ സന്തോഷമായി. വൈകുന്നേരം വേറെ സമയം കൊണ്ട് ഓടിപ്പിടി ഇതെല്ലാം എൻ്റെ സ്വത്താകും. അയാൾ ഓടി തളർന്നു, വീണ്ടും നിന്നിട്ട് വീണ്ടും ഓടി മനസ്സമാധാനമില്ല, തളർന്നു പോകുമ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ഇനി കിട്ടാനുള്ളത് നഷ്ടപ്പെടുകയല്ലേ, അല്ലെങ്കിൽ ഇനി കിട്ടത്തില്ലേ. അവസാനം ഓടി വന്ന് ആ സ്ഥലത്ത്, തുടങ്ങിയ സ്ഥലത്ത് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എന്താ? അത്രയും ഓടി അധ്വാനിച്ച് ജലപാനമില്ല, ആഹാരമില്ല, ഒന്നുമില്ല. അയാൾ ഓടി നട സമ്പത്ത് ധരിക്കണം. അപ്പോഴേ അവിടുത്തെ ആ ന്യായാധിപൻ പറയുന്നു, ഇയാൾക്ക് കണ്ടോ 6 അടി മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ, അവനെ കൊണ്ട് കുഴിച്ചിടുക, അയാളുടെ സമ്പത്ത് തീർന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓടുകയാണ്. പിന്നെയും ഈ കഥകളൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് അതാണ് പറഞ്ഞത്, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കും, ഇവിടെ ഉണ്ടാക്കണ്ട.
അപ്പോൾ ഈ കർത്താവിനെ ഇവിടെ ലൂക്ക പറയുന്നത് കംപ്ലീറ്റ് ആ ഡിറ്റാച്ച്മെൻറ്റുകളെല്ലാം ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കണം, അറ്റാച്ച്മെൻറ്റുകളെല്ലാം ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കണം, എല്ലാം ഉപേക്ഷിക്കണം, ശേഖരിച്ചതെല്ലാം കംപ്ലീറ്റ് ഉപേക്ഷയാണ്. അപ്പം കർത്താവിൻ്റെ ശിക്ഷനാകാൻ, കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി 14 അധ്യായം 33 വാക്യത്തിൽ എല്ലാം ഉപേക്ഷിച്ചില്ല. കർത്താവ് ഒരു സകലതും ഉപേക്ഷിക്കാതെ ഒക്കെ രക്ഷയില്ല, സകലതും ഉപേക്ഷിക്കണം. അപ്പോൾ അതുപോലെ 18 അധ്യായത്തിൽ 22 വാക്യം, അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട് ആ ധനികനോടെ, നിനക്ക് ഒരു കുറവുണ്ട്, സമ്പത്തെല്ലാം പറ്റിയ ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കും. അതല്ല, നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റുകയില്ല. ലൂക്ക പറയുന്നത് അനുദിനം നിൻ്റെ കുരിശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കണം. അല്ല കുറച്ച് നാളത്തേക്ക് അല്ല, ഇപ്പോഴുള്ള കുരിശുകൾ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നിന്നെ അനുഗമിക്കും. അപ്പോൾ പിന്നെ ഉണ്ടാകുന്നത്, നാളെ ഉണ്ടാകും മനുഷ്യ ജീവിത അവസാനം വരെ കുരിശുകൾ ഉണ്ടാകും, നിനക്ക് പ്രയാസങ്ങളുണ്ടാകും. നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് കർത്താവിന് വേണ്ടി അതെല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ, എന്തിനു വേണ്ടി അത് ഓർത്തും കൂടെ സങ്കടപ്പെടും. അപ്പോൾ അതിനാണ് ലൂക്ക പറയുന്നത് ദിനം പ്രതി ഉള്ള കുരിശ് എടുത്തും കൊണ്ട് വേണം അനുഗമിക്കാനെന്ന്. ഇപ്പോൾ ലൂക്കയുടെ ആ കാഴ്ചപ്പാട് കർത്താവിൻ്റെ ശിഷ്യത്വം ആർജിക്കുന്നതിന്, അത് നേടുന്നതിന് ഉള്ളത് വളരെ കുറ്റമറ്റതാണ്. അതിന് സംശയത്തിനിടമില്ലാത്ത വിധം പറയുകയാണ്, സർവ്വതും കളഞ്ഞിട്ട് ഒന്നും ഉണ്ടാകരുത്. അങ്ങനെയല്ലേ ശിഷ്യന്മാരെല്ലാവരും എല്ലാവരും കർത്താവിൻ്റെ കൂടെ എല്ലാവരും അങ്ങനെയാണ് പോയതെന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ ലോകത്തിൻ്റേതായ സർവസ്വം ഉപേക്ഷിക്കണം, അല്ലാതെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതാണ് ലൂക്കായുടെ വാദം, അതാണ് ഇവിടങ്ങളിൽ ആവർത്തിക്കുന്നത്. ഇത് ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 4 അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. ആദിമവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് എല്ലാം അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവച്ച് എല്ലാവർക്കുമായിട്ട്, ഒന്നുമില്ലാത്തവർക്കും എല്ലാവർക്കും കൂടെ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരുപോലെ വീതം വയ്ക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളായപ്പോൾ ആ ദശകങ്ങളിൽ ഉണ്ടായതാണ്, ആ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് വർഷങ്ങൾ, 50 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 5 അധ്യായത്തിൽ 11 വരെയുള്ള വാക്യത്തിൽ അവിടെ 1 മുതൽ 11 വരെ എന്തുവാ സഫീറെ അനനിയാസും അല്ലേ, ആ കഥയും പറയുന്നതാണ്. അവിടെ കൊണ്ടുവന്ന് വിറ്റു. പക്ഷേ കുറച്ച് അവിടെ നമ്മളെപ്പോലെ മാറ്റി വെച്ചു. എന്നിട്ട് കള്ളം പറഞ്ഞ് ദൈവത്തെ എൻ്റെ മുൻപിൽ കള്ളം വിജയിക്കുമോ? ഇല്ല. അവർക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ലാതായിപ്പോയി അവസാനം. കാരണം അവർക്ക് വല്ല അനുഭവിക്കാൻ പറ്റിയോ മാറ്റി വെച്ചത്? ഒന്നുമില്ല, അവിടെ കൊണ്ട് ചത്തു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും ഒളിക്കാതെ മുഴുവനും അങ്ങ് മാറ്റിക്കളയും. ഇപ്പം നമുക്കങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റണം എന്ന്, എന്നാൽ നമുക്കിപ്പോൾ എല്ലാം കളഞ്ഞിട്ടും അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയാം. പക്ഷേ ഉപേക്ഷിക്കാൻ തയ്യാറായവർ അങ്ങനെ തന്നെ പോകണം, സ്വർഗത്തിലെ നിക്ഷേപം മതി എന്നും പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് ബാക്കിയുള്ളത്, അപ്പോൾ അതിൽ നമുക്കിപ്പോൾ പ്രവർത്തിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇല്ല, അതിന് അവരുടെ അന്നന്നത്തെ ആവശ്യത്തിന് ഇല്ലാത്തവർക്കത് കൊടുത്ത് ദൈവത്തിൻ്റെ പ്രീതി നേടുക. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ നമ്മുടെ ലോക്കറിലുണ്ടാകട്ടെ എന്ന് നമ്മൾ നമ്മൾക്ക് ആശയിക്കാം. അപ്പോൾ ധനികനായ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ 21 വാക്യം 27 പറയുന്നുണ്ട്. പത്രോസ് യേശുവിനോട് അപ്പോൾ പറയുന്നുണ്ട്, ധനികനായ യുവാവിൻ്റെ 19 അധ്യായം 21 പറയുന്നത് കൂടാതെ പത്രോസ് അപ്പോൾ യേശുവിനോട് പറയുന്നു, 19 അധ്യായത്തിൽ 8 വാക്യത്തിൽ പറയും, ഞങ്ങൾക്കുള്ളതെല്ലാം കേട്ടിട്ട് യേശു ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടപ്പോൾ പറയുന്നു, ഞങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ത്യാഗം, ഇതൊക്കെ ചെയ്യാനുള്ള ത്യാഗം കൂടി നമ്മൾ അനുഷ്ഠിക്കാൻ തയ്യാറായിട്ട് ക്രിസ്തു ശിഷ്യനാകാവൂ, സുവിശേഷകനാകാവൂ, ക്രിസ്തുവിൻ്റെ പടയാളിയാകാം, ക്രിസ്തുവിനെ കൊടുക്കാൻ മറ്റുള്ളവരുടെ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും ചെയ്യാത്തവൻ, ഈ നോയമ്പ് കാലത്ത് പോലും ഒന്നും ചെയ്യാത്തവർക്ക് അതിന് അവകാശമില്ല, അധികാരമില്ല, അത് വിജയിക്കത്തതുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക്
ഇന്നത്തെ ഇതുകൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് ഇതെല്ലാം ഗ്രഹിക്കുന്നതിനും നമ്മൾ ഹൃദയസ്ഥമാക്കുന്നതിനും നമ്മളെ എപ്പോഴും നമ്മുടെ ബോധതലത്തിൽ ഇതിങ്ങനെ തികട്ടി വരുന്നതിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് എല്ലാവരും പ്രേരിപ്പിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ.